ഹലോ നമസ്കാരം. എല്ലാവർക്കും ജേഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. വന്യം എന്ന നോവലിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. കൊല്ല്, ഇവിടെ ഇട്ട് തന്നെ ചതച്ചരക്കി, പിന്നെ തൂക്കിയെടുത്ത് കുടിലിനുള്ളിലിട്ട് തീ കൊളുത്ത്. വൈശാഖൻ ഭീതിയോടെ മുന്നോട്ട് ഉരുണ്ടു. ഇരയുടെ പിടച്ചിൽ കണ്ട് ഗുണ്ടകൾ പൈശാചികമായിട്ട് ചിരിച്ചു. ഇനി വൈശാഖന് രക്ഷപ്പെടാനാവില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അവർ കാത്തു. കരയിൽ പിടച്ചിട്ട് പരൽമീനൻ്റെ പിടച്ചിൽ കണ്ട് ഗോവർദ്ധൻ ചിരിച്ചു. കൊടി പിടിച്ച് നടന്ന ആ കൈയാണ് ആദ്യം ചതയ്ക്കേണ്ടത്. കിട്ടിയതും വാങ്ങി നാവടക്കി ഇരിക്കേണ്ടതിന് പകരം അവൻ്റെ ഒരു മറ്റേടത്ത് സെൻറ്റിമെൻറ്റ്സ്. തേങ്ങാക്കുല. ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ മണ്ണിൽ പടുത്തു ഉയർത്തിയിട പട്ടി. അത് കാണാൻ നീയുണ്ടാവില്ല. ഇനിയൊരു ജന്മമെടുത്ത് തിരിച്ചു വരികയാണെങ്കിൽ മനസ്സിൽ കുറിച്ചിടാൻ മറക്കരുത്. ഹനുമന്തയ്ക്കെതിരെ നാവ് ചലിക്കരുത്. ഇരുമ്പ് തണ്ട് ഒരിക്കൽ കൂടി ഉയർന്നു. അങ്ങ് ദൂരെ നിന്നും ട്രെയിൻ ഇരമ്പിപ്പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. വൈശാഖൻ മെല്ലെ തലയുയർത്തി. ഇരുമ്പ് തണ്ട് പാളി വന്നു. അയാൾ മുന്നോട്ടുരുണ്ടു. ലക്ഷ്യം തെറ്റി ദണ്ട് മണ്ണിൽ വീണു. ഗോവർദ്ധൻ ഉറക്കച്ചിരിച്ചു. ചാവാൻ ഇനി അധിക നേരമില്ലെന്നറിഞ്ഞിട്ടും ഒളിച്ചു കളിക്കുന്നത് കണ്ടില്ലേ? കഴിവേറിയ മോൻ, കളിക്ക്, അവസാനത്തെ കളി കളിക്ക്. ഇരുമ്പ് തണ്ട് വീണ്ടും ഉയർന്നു. പാഞ്ഞു വന്ന തീവണ്ടിയുടെ ശബ്ദം അവസാനത്തെ രക്ഷാകവചമായി വൈശാഖൻ്റെ കണ്ണുകളിലേക്ക് കടന്നു വന്നു. അവൻ മനസ്സിൽ കണക്കുകൾ കൂട്ടി. റെയിൽപാതയിലേക്ക് ഇനി എത്ര ദൂരം? വൈശാഖൻ മുന്നോട്ടുരുണ്ടു. ചോരയിൽ നനഞ്ഞ ശരീരം കുതിരുകയാണെന്ന് അയാൾ അറിഞ്ഞു. ശരീരത്തിലെ ഞരമ്പുകൾ ത്രസിച്ചു. എല്ലാ ശക്തിയും മനസ്സിലേക്ക് ആവാഹിച്ച് വൈശാഖൻ കണ്ണുകൾ പലവട്ടം ചിമ്മിത്തുറന്നു. നെറ്റിയിലൂടെ ഒഴുകി വീണ ചോര മുന്നിലെ കാഴ്ച മറച്ചു. എങ്കിലും ട്രെയിനിനു മുന്നിലെ പ്രകാശവൃത്തം തൊട്ടടുത്തെത്തിക്കഴിഞ്ഞ വൈശാഖൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞു. സർവശക്തിയും സംഭരിച്ചൊരു കുതിപ്പോടെ അയാൾ മേലോട്ടുയർന്നു. അക്രമികളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കൊടിച്ചുകൊണ്ട് ഗോവർദ്ധൻ പിടഞ്ഞുണർന്നു. അയാൾ ഒരടി മുന്നോട്ട് വെച്ചു. വൈശാഖൻ ഒരു മൂടൽ പോലെ കണ്ടു. റെയിൽപാളത്തിലേക്ക്, അതിനപ്പുറത്തേക്ക് നടന്നെത്താവുന്ന ദൂരം. ട്രെയിൻ തൊട്ടുമുന്നിലെത്താൻ 2 സെക്കൻഡിൽ കുറഞ്ഞ സമയം. അതിനുള്ളിൽ വൈശാഖൻ്റെ നീക്കം ഓർക്കാപ്പുറത്തായിരുന്നു. അയാൾ ഒരു കൊടുങ്കാറ്റായി മുന്നോട്ട് കുതിച്ചു. ട്രെയിൻ വൈശാഖിനെ തൊട്ടില്ല എന്ന മട്ടിൽ കടന്നു പോകുന്നത് ഗോവർദ്ധൻ കണ്ടു. അയാൾ മുന്നോട്ടഞ്ഞു. പക്ഷെ വൈകിപ്പോയിരുന്നു. വൈശാഖൻ ഇതിനിടെ ട്രെയിനിൻ്റെ മറുവശത്തെത്തിക്കഴിഞ്ഞു. ഗോവർദ്ധൻ നിസ്സഹായനായി ട്രെയിനിലേക്ക് നോക്കി. പല്ലുകൾ ഞെരിച്ചു. അതൊരു ഗുഡ്സ് ട്രെയിനായിരുന്നു. ബോഗികൾ പാളത്ത് ഇഴഞ്ഞു നീങ്ങുന്നത് നോക്കി അക്രമികൾ സ്തംഭരായി നിന്നു. അവസാനത്തെ ബോഗി കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഗോവർദ്ധൻ പാളത്തിനപ്പുറത്തേക്ക് കുതിച്ചു. വൈശാഖൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഗോവർദ്ധൻ പല്ലുകൾ ഒരിക്കൽ കൂടി ഞെരിച്ചു. ദിഗതം പിളക്കുമാർ അയാൾ ഗർജിച്ചു. ബാസ്റ്റഡ്, പച്ചാളം. റെയിൽവേ ഗേറ്റിനപ്പുറത്തുള്ള വലിയ ഇരുനില കെട്ടിടത്തിൽ മുഴുവൻ ലൈറ്റുകളും അപ്പോഴും തെളിഞ്ഞു നിന്നിരുന്നു. കാതടുപ്പിക്കുന്ന ശബ്ദത്തോടെ ഒരു ഗുഡ്സ് ട്രെയിൻ ഇരമ്പിപ്പാഞ്ഞുപോയി. ക്ലോക്ക് 2 വട്ടം ശബ്ദിച്ചു. സ്വീകരണമുറിയിൽ വഴിക്കണ്ണുമായി നന്ദിനിക്കുട്ടി കാത്തിരുന്നു. തൊട്ടരികെ രാമവർമ്മയും അവർക്ക് കൂട്ടിരുന്നു. മുന്നിലെ റോഡിലൂടെ ഇരുട്ട് തുളച്ച് ഓരോ വാഹനവും പോകുമ്പോൾ ആശയോടെ നന്ദിനിക്കുട്ടി മുഖമുയർത്തു. അവനെന്താ വൈകുന്നേ? രാമവർമ്മ നന്ദിനിക്കുട്ടിയുടെ കണ്ണുകളിലെ പതർച്ച കണ്ടു. അയാൾ മെല്ലെ പറഞ്ഞു, എന്താ നന്ദിനിക്കുട്ടി ഇത്? അവനെന്താ കൊച്ചു കുട്ടിയാണോ? വെറുതെ ആദ്യം പിടിച്ച് ടെൻഷൻ ഉണ്ടാക്കണ്ട. വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. നന്ദിനിയുടെ കടക്കോണിൽ നനവ് പടർന്നു. എനിക്ക് അവനിപ്പോഴും കൊച്ചു കുട്ടി തന്നെയാണ്. വരട്ടെ, ഇങ്ങോട്ട് നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ. രാമവർമ്മ ചിരിച്ചു. നോക്ക്, അവനിപ്പോൾ ഈ സിറ്റിയിലെ ASP ആണ്. വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കല്ലേ. കാക്കിക്കുപ്പായത്തോട് ബഹുമാനമില്ലാത്ത സംസാരിച്ചാൽ പിന്നെ എനിക്ക് നിൻ്റെ ഭാര്യയെ കാണണമെങ്കിൽ ലോക്കപ്പ് റൂമിൽ പോരേണ്ടി വരും. നന്ദിനിക്കുട്ടി ചിരിച്ചുപോയി. അത്രയ്ക്ക് ധൈര്യം അവനുണ്ടോ? എന്നാൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. വരട്ടെ, ഞാൻ അവൻ്റെ കവിളിൽ പുകയ്ക്കും. എല്ലാ പോലീസുകാരെയും പോലെയല്ല ജിഷ്ണു. അവനെന്താ 2 കൊമ്പുണ്ടോ? വീട്ടിൽ 2 ആദ്യം പിടിച്ച് കാത്തിരിക്കുമെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ തല തിരിഞ്ഞുപോയോ? പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. രാമവർമ്മ ചിരിച്ചു. ജിഷ്ണു സാധാരണ പോലീസുകാരെ പോലെ അല്ലെന്ന് നിനക്കിനിയും മനസ്സിലായിട്ടില്ലേ നന്ദിനിക്കുട്ടി? എൻ്റെ മോൻ ഈ നാടിൻ്റെ അഭിമാനമാണ്. നന്ദിനിക്കുട്ടി ചോദിച്ചു. അപ്പോൾ അവൻ എൻ്റെ ആരാ?
അത് നീ സമ്മതിക്കുന്നില്ലല്ലോ. ഒരു പോലീസ് ഓഫീസറെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുന്നത് ഏറ്റവും വലിയ കുറ്റമാണെന്നറിയാത്ത ഒരമ്മയല്ലേ നീ? ചിന്തിക്കുന്നതേ വന്നു കയറുന്നതും കവള് പോയിക്കുന്ന കാര്യവും. IPCയിൽ അതിന് പ്രത്യേക വകുപ്പ് തന്നെയുണ്ട്. നന്ദിനിക്കുട്ടി രാമവർമ്മയെ തറച്ചു നോക്കി. അവൻ എത്ര വലുതായാലും എനിക്കിപ്പോഴും കുട്ടിയാണ്. എൻ്റെ ബാബുമോന് പകരം ദൈവം തന്ന നിധിയാണ്. യൂണിഫോമിലുള്ളില്ല അവനെ കുറ്റവാളികളെ കിടുകിട വിറപ്പിക്കുന്ന ASP ആയിരിക്കാം. പക്ഷേ എനിക്കവൻ എന്നും ജിഷ്ണുവാണ്. അന്ന് ട്രെയിനിൽ വെച്ച് അറിയാതെ മനസ്സിനുള്ളിലേക്ക് ഓടിക്കയറി വന്ന സാന്ത്വനമാണ്. നന്ദിനിക്കുട്ടിയുടെ മുടയിഴകളിലൂടെ വിരലോടിച്ച് രാമവർമ്മ മെല്ലെ പറഞ്ഞു, നിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയിരുന്നവനാണ് ഞാൻ. പഴയ നന്ദിനിക്കുട്ടിയായി നിന്നെ എനിക്ക് തിരിച്ചു തന്നത് അവനാണ്. അവനെ ഞാൻ എന്താണ് വിളിക്കേണ്ടത് നന്ദിനിക്കുട്ടി? മകനെന്നോ, ജിഷ്ണുവെന്നോ, ബാബുവെന്നോ, അതോ ഈശ്വരനെന്നോ? മനസ്സിലുള്ള സ്നേഹം മുഴുവൻ കൊടുത്താലും നമുക്കുള്ളതെല്ലാം അവനെ തന്നെ കാണിക്കയായി അവൻ്റെ കാൽച്ചുവട്ടിൽ വെച്ചാലും അവൻ നിന്നെ എനിക്ക് തന്നതിന് പകരമാവില്ല. നന്ദിനിക്കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. മുണ്ടിൻ്റെ തുമ്പുയർത്തി മുഖം തുടച്ചിട്ട് രാമവർമ്മ തുടർന്നു, അവനൊരു പോലീസ് ഓഫീസറാണ്. നിനക്കറിയാവോ, നൊട്ടോറിയസ് ക്രിമിനലുകൾ പോലും ജിഷ്ണു എന്ന പേര് കേട്ടാൽ ഞെട്ടിത്തെറിക്കും. കാക്കിയുടെ കരുത്തെറിഞ്ഞ നമ്മുടെ മോന് ഒരിക്കലും വഴിതെറ്റില്ല നന്ദിനിക്കുട്ടി. എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് നിനക്കും ഉണ്ടാവില്ലേ? നന്ദിനിക്കുട്ടി മെല്ലെ തലയാട്ടി. രാമവർമ്മ നന്ദിനിക്കുട്ടിയെ താങ്ങിപ്പിടിച്ചു. അവർ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. നന്ദിനിക്കുട്ടി മെല്ലെ പിറുപിറുത്തു. എന്നാലും ഒരിക്കലും അവൻ ഇത്രയും വൈകിട്ടില്ലല്ലോ. എന്തൊറ്റി അവന്? സാവിത്രിക്കുട്ടി ഓടുകയായിരുന്നു. ഇടയ്ക്കിടെ അവൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കി. ഗോവിന്ദൻ തൊട്ടു പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾ ഉറക്കെ വിളിച്ചു, സാവിത്രിക്കുട്ടി നിൽക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. നിനക്കൊന്നും സംഭവിക്കില്ല. ഇല്ലത്തേക്ക് ഞാനും ഉണ്ട് കൂടെ. സാവിത്രിക്കുട്ടി ഗർജിച്ചു. ഇനി ഇല്ലത്തിൻ്റെ പടി ചവിട്ടിയ നിൻ്റെ 2 കാലും അവിടെ വെട്ടിയിടും ഞാൻ. ശരീരം വിറ്റ് ജോലി തേടാനെത്തിയ ഒരു വേശിയാണ് ഞാനെന്ന് നീ കരുതിയല്ലേ? വാ, ഇല്ലത്തേക്ക് വാ. അവൾ മുന്നോട്ട് കുതിച്ചു. പിന്നോട്ട് തിരിഞ്ഞു നോക്കിയ ഗോവിന്ദൻ അട്ടഹസിച്ചു. വിടരുത് അവളെ. നോക്കി നിൽക്കാതെ വേഗം ഓടിവാടാ. അവൾ ഇല്ലത്തെത്തിയ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിടിക്കടാ കഴിവറിയുടെ മോളെ. ഗോവിന്ദൻ പിന്നിലുണ്ടായിരുന്ന ഗുണ്ടകൾ കിതച്ചുകൊണ്ട് കാലുകൾ നീട്ടി വലിച്ചു വെച്ചു. ഗോവിന്ദൻ ഗർജിച്ചു. പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വണ്ടി കയറ്റി അവളെ അവസാനിപ്പിക്കണമല്ലേ? AKSനെ വിളിച്ചു പറഞ്ഞ് ഒരു കാറെങ്കിലും സംഘടിപ്പിക്കും. ഞാൻ അവളുടെ പുറകെ തന്നെ ഉണ്ടാവും. ഗോവിന്ദൻ കുതിപ്പിന് വേഗം കൂട്ടി. അയാൾ ഉറക്കെ അലറി. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് കരുതി ഉപകാരം ചെയ്യാൻ നോക്കിയപ്പോൾ അവളുടെ മറ്റേടത്തെ പാലുവൃത്യം. മുണ്ട് മുറുക്കിയെടുത്ത് ഇല്ലത്ത് 3-4 വയറുകൾ വിശന്ന് തളർന്ന് കിടപ്പാണെന്ന് പോലും മറന്നുപോയല്ലോടി ഉരുമ്പിട്ടോളെ. സാവിത്രി കിരിച്ചു. എന്നാലും നിനക്കൊന്നും എന്നെ തൊടാൻ കിട്ടില്ല. പട്ടിണി കിടന്ന് ചത്തുപോയാലും ഈ സാവിത്രിക്കുട്ടി ഒരു പെണ്ണായിട്ട് തന്നെ ചത്തുപോകും. ഗോവിന്ദൻ സാവിത്രിക്കുട്ടിയുടെ തൊട്ടടുത്തെത്തിയിരുന്നു. AKS സാറിനെ അവഹേളിച്ചിട്ട് ഒരു പെണ്ണും ഈ ഭൂമിയിൽ ബാക്കിയായിട്ടില്ലടി. നിന്നെ ഞങ്ങൾ ബാക്കി വെക്കില്ല. സാവിത്രി പല്ലുകൾ ഞെരിച്ചു. എന്നാലും ഞാൻ സമാധാനിക്കും. മരിച്ചു കിടക്കുമ്പോഴും ഭദ്രമായി കാത്തു സൂക്ഷിക്കേണ്ടതെല്ലാം ഈ സാവിത്രിക്കുട്ടിക്ക് കാത്തു സൂക്ഷിക്കാനായല്ലോ എന്നോർത്ത്. നീ പറയുന്ന AKSന് ഇപ്പോൾ എൻ്റെ കാൽച്ചുവട്ടിലിരുന്ന ഒരു പുഴുവിൻ്റെ സ്ഥാനമുള്ളൂ. അമ്മ പെങ്ങന്മാരില്ലാത്ത പട്ടി. പിന്നിൽ കാറിൻ്റെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു. ചക്രങ്ങൾ സാവിത്രിക്കുട്ടിയുടെ നേരെ പാളി. അവൾ ഒരാന്തലോടെ തെന്നി നീങ്ങി. കാർ സാവിത്രിക്കുട്ടിയുടെ തൊട്ടു പിന്നിലെത്തി. ബ്രേക്കിട്ട് നിന്നു. തീർന്നടി മോളെ. ഗതി കിട്ടാത്ത ഒരാത്മാവായ ഇല്ലത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്നെ കുടിയിരുത്തിക്കൊള്ളാം ഞങ്ങൾ. സാവിത്രി നിസ്സഹായായി ചലനമറ്റു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കഴുകൻ്റെ കൈപ്പിടിയിൽ നിന്നും ഓടിയകന്നെത്തിയത് മരണത്തിൻ്റെ മുന്നിലേക്കാണല്ലോ എന്നവൾ തേങ്ങലോടെ ഓർത്തു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം കണ്ണുകളെ മഞ്ഞളിപ്പിച്ചു. കാഴ്ച മറഞ്ഞു. കാറ് സ്റ്റാർട്ടായി. ഗിയർ ചലിച്ചു. ചക്രങ്ങൾ വെട്ടിത്തിരിഞ്ഞു. സാവിത്രിക്കുട്ടി കണ്ണുകളടച്ചു. അവൾ മുന്നിൽ മരണം കണ്ടു. അനാഥമായൊരു കുടുംബം കണ്ടു. സൂര്യനാരായണൻ തിരുമേനിയുടെ ചിതറിയ ഹൃദയം കണ്ടു. താത്രിയുടെ കണ്ണീർപ്പട മറച്ച മുഖം കണ്ടു. അനുജത്തിമാരുടെ തേങ്ങൽ കെട്ടു. പെട്ടെന്ന് ചെവിക്കരികെ ഒരു ജീപ്പ് ബ്രേക്കിട്ട് നിൽക്കുന്നു. ശബ്ദം കേട്ട് സാവിത്രിക്കുട്ടി ഞെട്ടി കണ്ണു തുറച്ചു. റോഡിൽ ഷൂസ് അമർന്നു ഞെരിഞ്ഞു. ഗോവിന്ദൻ നടുങ്ങിത്തെറിച്ചു. അക്രമികൾ വിഹ്വലരായി. മുന്നിൽ കത്തുന്ന കണ്ണുകളുമായി ASP ജിഷ്ണു. അധ്യായം 17. സാവിത്രിക്കുട്ടി കണ്ണുകൾ ചിമ്മിത്തുറന്നു. തന്നെ രക്ഷിക്കാൻ മാത്രമായി ആകാശത്തു നിന്നും പൊട്ടി വീണ ഒരു ദൈവം.
ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് പകച്ചു നിന്ന ഒരു പാവം സാവിത്രിക്ക് രണ്ടാം ജന്മം നൽകാൻ ശ്രീകോവിലുകൾക്കുള്ളിൽ നിന്നും ഉഴറിപ്പാഞ്ഞെത്തിയ സർവശക്തൻ. സൂര്യനാരായണൻ നമ്പൂതിരിയുടെ നാവിൻ തുമ്പിലൂടെ ഉതിർന്നു വീണ പഞ്ചാക്ഷരയ്ക്ക് കണ്ണുനീരിൻ്റെ ഉപ്പുപുരണ്ട ഫലപ്രാപ്തി. ജിഷ്ണു സാവിത്രിക്കുട്ടിയെ തറച്ചു നോക്കി. ആ കണ്ണുകൾ പകച്ചു നിന്നിരുന്ന ഗോവിന്ദൻ്റെ മുഖത്തേക്ക് പാളി വീണു. അക്ഷരങ്ങൾ അഗ്നിയായി ഉതിർന്നു വീണു. എന്താ അവിടെ? ഗോവിന്ദൻ്റെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ നിന്നും വാക്കുകൾ തെന്നി വീഴുകയായിരുന്നു. AKSൻ്റെ വീട്ടിലേക്കൊരു സെർവൻറ്റിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ പൂർത്തിയാക്കിയില്ല. മുഖമടച്ച് ആദ്യത്തെ അടി വീണു. വേലക്കാരികളെ കണ്ടുപിടിക്കുന്നത് കാറിൽ ചേസ് ഇട്ടിട്ടാണോ റാസ്കൽ? ഗോവിന്ദൻ മെല്ലെ പറഞ്ഞു. AKS പറഞ്ഞപ്പോൾ ഒറ്റക്കുതുക്കി ജിഷ്ണു ഗോവിന്ദൻ്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. ആരടാ നിൻ്റെ AKS? അയാൾ പറഞ്ഞെന്ന് കരുതി ഒരു പെണ്ണിനെ കാറ് കയറ്റി കൊല്ലാൻ തക്കവണ്ണം നിങ്ങളൊക്കെ വളർന്നല്ലേ? കറ ജീപ്പിൽ. ഗോവിന്ദൻ പതറിപ്പോയി. സാർ, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. എങ്ങോട്ട്? പരലോകത്തേക്കോ? അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേക്കാം. ഗോവിന്ദൻ്റെ കാറിനുള്ളിലിരുന്ന കൂട്ടുകാരുടെ നേരെ നോക്കി. ഡോർ തുറന്ന് ഒരു അജാനബാഹു പുറത്തേക്ക് ഇറങ്ങി. ASP ജിഷ്ണു അല്ലേ? ഞാൻ ടോണി ഫെർണാണ്ടസ്, AKSൻ്റെ വലങ്കയ്യ. ജിഷ്ണു ചിരിച്ചു. ആ വലങ്കൈ AKSന് ഒരു അധികപ്പറ്റാണല്ലോ മിസ്റ്റർ ടോണി ഫെർണാണ്ടസ്. മൈൻഡ് യുവർ വേർഡ്സ്. ഇത് ആദ്യത്തെ താക്കീത്, അവസാനത്തേതും. ഗോവിന്ദൻ്റെ കവളത്ത് നിങ്ങളുടെ കൈപ്പത്തി വീണത് ഞാൻ മറക്കാം. ഈ സമാഗമം നിങ്ങളും മറക്കണം. ഒരു വട്ടം AKS എല്ലാം ക്ഷമിക്കും, ഒരു വട്ടം മാത്രം. ജിഷ്ണു ടോണി ഫെർണാണ്ടസിനെ നേരെ നടന്നെടുത്തു. അപ്പോൾ എനിക്കൊരു ട്രാൻസ്ഫർ ഉണ്ടാവില്ല അല്ലേ? ടോണി ചിരിച്ചു. ട്രാൻസ്ഫർ മാത്രമല്ല, സസ്പെൻഷനും. ജിഷ്ണുവും ചിരിച്ചു. ഈ AKS ആൾ കൊള്ളാമല്ലോ, വെരി പവർഫുൾ. ഈ സിറ്റിയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതറിയാം മിസ്റ്റർ ജിഷ്ണു. വൈകിയാണെങ്കിലും നിങ്ങളും അത് അറിഞ്ഞല്ലോ, നന്നായി. ജിഷ്ണുവിൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞില്ല. സാവിത്രിക്കുട്ടിയെ കണ്ണുകൾ കൊണ്ട് ആകെ ഒന്നൊഴിഞ്ഞു. കള്ളച്ചിരിയോടെ ജിഷ്ണു ചിരിച്ചു. ഏതായി കക്ഷി? പോക്കേസാണെന്ന് തോന്നല്ലോ. ഫെർണാണ്ടസ് ചിരിച്ചു. അത്തരം കേസുകളൊന്നും AKS എടുക്കാറില്ല സുഹൃത്തെ. ഫ്രഷായ കേസുകളുമായിട്ടല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ ആ ബംഗ്ലാവിൻ്റെ പടി ചവിട്ടിയാൽ അപ്പോൾ കാണാൻ പൂരം. ഇതൊരു പഴയ മനയിൽ നിന്ന് പൊടിതട്ടിയെടുത്തതാ. ചെറിയൊരു കൈപ്പഴ പറ്റി. AKSനെ വെട്ടിച്ച് ഇവള് കടന്നു കളഞ്ഞു. ജിഷ്ണു ടോണിയെ തുറിച്ചു നോക്കി. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? കൈയോടെ പൊക്കിയെടുത്ത് ബംഗ്ലാവിലെത്തിക്കുക. വഴിക്ക് വെച്ച് നിങ്ങളിടയിൽ വന്നുപെട്ട കാര്യം തൽക്കാലം അദ്ദേഹം അറിയില്ല, പോരെ? ജിഷ്ണു ചിരിച്ചു. മതി. സാവിത്രിക്കുട്ടി മുഖം പൊത്തി. കൈകൾക്കിടയിലൂടെ കണ്ണുകൾ ചോർന്നൊലിച്ചു. അവൾ വിങ്ങിപ്പൊട്ടി. ഈശ്വരന്മാരെ, ഇയാളും ഇവരോടൊപ്പമാണോ? തന്നെ ഈ കാബാലികർക്ക് കടിച്ചു കീറാൻ ഇയാൾ വിട്ടുകൊടുക്കുമല്ലോ. ജിഷ്ണുവിൻ്റെ ചുണ്ടിലെ ചിരിമാഞ്ഞില്ല. ഹനിമന്തയെക്കുറിച്ച് കേട്ടു. സിറ്റി കാൽ കീഴിലിട്ട് ഞെരിക്കുന്ന റാണി എന്നൊരു പെൺവേഷം ഉണ്ടെന്നറിഞ്ഞു. പക്ഷേ ഈ AKS അവരെ രണ്ടുപേരെയും കടുത്തുവെട്ടിയുള്ള സുഹൃത്തെ. ഏതായാലും മനയിൽ നിന്നും പൊടി തട്ടി തുറച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ? പിടിച്ചുകൊണ്ട് പോയിക്കോളൂ. പിന്നാലെ ഞാനും വരുന്നുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞേക്കൂ. ടോണി ഫെർണാണ്ടസ് മുന്നോട്ടൊരടി വെച്ചു. സഹകരണത്തിന് നന്ദി. ഈ സഹായത്തിന് കനത്തൊരു പ്രത്യുപകാരം നിങ്ങൾക്കുടനെ പ്രതീക്ഷിക്കാം. താങ്ക്സ്. പെട്ടെന്ന് സാവിത്രിക്കുട്ടി മുന്നോട്ട് കുതിച്ചു. അവൾ ജിഷ്ണുവിൻ്റെ കാൽക്കൽ തല്ലി അലച്ച് വീണു. എന്നെ വിട്ടുകൊടുക്കില്ല സാർ, എന്നെ രക്ഷിക്കണം. എനിക്കെന്തെങ്കിലും പറ്റിയാൽ അച്ഛൻ ഹൃദയം തകർന്ന് മരിക്കും. അമ്മയും അനുജത്തിമാരും പിന്നെ ബാക്കിയുണ്ടാവില്ല. ഞാനും അവരോടൊപ്പം വാക്കുകൾ മുറിഞ്ഞു. ജിഷ്ണു മെല്ലെ കുനിഞ്ഞ് സാവിത്രിക്കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ടോണി ഫെർണാണ്ടസ് അവളുടെ നേരെ നടന്നെടുത്തു. ജിഷ്ണു മെല്ലെ പറഞ്ഞു, ഒരു നിമിഷം സുഹൃത്തെ. ഫെർണാണ്ടസ് നിന്നു. ഓണത്തിനിടയ്ക്ക് ഒരു ചെറിയ പൂട്ടുകച്ചവടം. സ്ത്രീക്ക് കാമം ഒരു അനുബന്ധ ഭാവമാണ്, സ്ഥായി ഭാവം മറ്റൊന്നാണ്, മാതൃത്വം. നമ്മളത് അംഗീകരിക്കണം. ഇവളുടെ കാലിലൊന്ന് തൊട്ട് തൊഴുതിട്ട് കലാപരിപാടികൾ തുടങ്ങിക്കോളൂ. ഫെർണാണ്ടസ് പൊട്ടിച്ചിരിച്ചു. കാണുന്ന പെണ്ണുങ്ങളെല്ലാം മാതൃത്വം ദർശിക്കാൻ പോയാൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തരാറിലാവുമല്ലോ മിസ്റ്റർ ജിഷ്ണു. നിങ്ങളുടെ തമാശ പറയുന്നു. യു ആർ റൈറ്റ്. ഡിപ്പാർട്ട്മെൻറ്റിലും എനിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട്. ഗൗരവത്തോടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാതെ ഇത്തരം തമാശകൾ വന്നു പോകും. പോലീസിൽ വന്നു വിട്ടുപോയതുകൊണ്ട് സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളെ തമാശ പറഞ്ഞ് ലാഘവപ്പെടുത്തുന്നത് എൻ്റെ ഒരു പതിവായിപ്പോയി. മിസ്റ്റർ ടോണി ഫെർണാണ്ടസ്, ക്വിക്ക്. ടോണി ഫെർണാണ്ടസിൻ്റെ ചിരി മാഞ്ഞു. ആർ യു സീരിയസ്? ചെറുവിളി, ഐ ആം സീരിയസ് മാൻ. ടോണിയുടെ മുഖം ചുവന്നു. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അത് പണ്ടൊരിക്കൽ ക്രിസ്തുദേവൻ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു രൂപത്തിൽ.
നിന്നെപ്പോലൊരു ചെറ്റയ്ക്ക് അത് പറയാൻ അവകാശമില്ല. ടോണിയുടെ ശബ്ദമായിരുന്നു. യു ബ്രൂട്ട്. ജിഷ്ണുവിൻ്റെ മടക്കിയ മുട്ടുകാല് ഒരു ചാട്ടുളിയായി പറന്നു ചെന്ന് ടോണിയുടെ അടിവയറ്റിലെത്തി. വയർ പൊത്തിപ്പിടിച്ച് ടോണി മുന്നോട്ട് കുനിഞ്ഞു. നിന്റെ ദൈവമുണ്ടല്ലോ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വഴിവിഴപ്പിക്കുന്ന പട്ടിക്കഴുവറി മോൻ. ബ്രൂട്ടെന്ന് വിളിക്കുന്നത് അവനെയാണ്. ടോണി നിവർന്നു. അയാൾ കാറിനടുത്തേക്ക് പാളി നീങ്ങി. കാക്കിയുണ്ടെന്ന് കരുതി സിറ്റി കൈപ്പിടിയിലാണെന്ന് നീ ധരിച്ചുപോയി അല്ലേ? ചെവി വിളിക്കാം. പുലരുമ്പോൾ അത് നിന്റെ ദേഹത്തുണ്ടാവില്ല. ജിഷ്ണു കത്തുന്ന കണ്ണുകളോട് ടോണിയെ നോക്കി. നിന്റെ AKS എന്ന ബാസ്റ്റഡ് എനിക്ക് ദാനം തന്ന കുപ്പായമല്ലത്. വേണ്ടെന്ന് തോന്നുമ്പോൾ ഇത് ഊരി വയ്ക്കാൻ എനിക്കാരുടെയും അവതാരം വേണ്ട. ടോണി ജലിച്ചു. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുള്ള കണ്ണുകളാണിത്. നിന്റെ സിറ്റി പോലീസ് കമ്മീഷണർ ആൻഡ്രൂസ് ഡിസിൽവെ ഉൾപ്പെടെ അവർക്ക് ആർക്കും ഇല്ലാത്ത ചങ്കൂറ്റം നിനക്കും വേണ്ട. അത് പറയാൻ നീയും നിന്റെ AKSും എന്തിന് ഹനുമന്തയെ പോലും വളർന്നിട്ടില്ല. കുരയ്ക്ക് മതിയാവോളം കുരയ്ക്ക്. ഈ രാത്രിക്ക് ശേഷം പകൽ വരും, നിന്റെ ശവം അടക്കാനുള്ള പകൽ. ടോണി ഡോർ തുറന്നു. ജിഷ്ണുവിൻ്റെ ശബ്ദം പുറത്തേക്കെത്തി. നിൽക്ക്. വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചു പോകുന്ന ഉചിതമല്ല. നിനക്കുള്ള വാഹനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ടോണി സ്തംഭനായി. നോക്കി നിൽക്കാതെ ജീപ്പിൽ കയറ കഴിവറി. ജിഷ്ണുവിൻ്റെ സ്വരമായിരുന്നു. വാഹനം നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളതാണ്. ബാക്കിയുള്ളവർ എൻ്റെ ദൂതുമായി AKSൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ. കുരയ്ക്കുന്ന ഒരു പോലീസ് പട്ടിയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി എന്നറിയാൻ. ടോണിയും ഗോവിന്ദനും എന്നിട്ടും മടിച്ചു നിന്നു. രണ്ടിനെയും എല്ലടിച്ച് ജീപ്പിലെടുത്തിടും. വെറുതെ എൻ്റെ കൈ ചീത്തയേക്കരുത്. ഈ രാത്രി തന്നെ AKSന് ലോക്കപ്പിനുള്ളിൽ വെച്ച് നിങ്ങളെ കാണാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ അതിനു മുമ്പ് എനിക്കറിയണം, വിപ്ലവ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വഴിപിടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന്. പറഞ്ഞു തന്നാൽ അയാളുടെ വലത് കൈ ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ ഇരുമ്പഴികൾക്ക് പിന്നിലിരുന്നതിൻ്റെ AKS അനുയായികളോട് വിപ്ലവം പിടിപ്പിക്കും. ടോണിയും ഗോവിന്ദനും നിസ്സാരായി ജീപ്പിന് നേരെ നടന്നു. 1 മിനിറ്റ്. ജിഷ്ണു അവരുടെ നേരെ നടന്നു നിന്നു. ശരീരം മുഴുവൻ അയാളുടെ കൈകൾ ഇഴഞ്ഞു നടന്നു. ടോണിയുടെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ജിഷ്ണു ഒരു റിവോൾവർ പുറത്തെടുത്തു. ആയുധം എൻ്റെ നിഘണ്ടുവിലെ അവസാന വാക്കാണ്. ചുരുട്ടിയ ഈ കൈത്തലത്തിന് ഇതിനുള്ളിൽ ബുള്ളറ്റുകളുടെ കരുത്തുണ്ട്. ഇനി കയറാം. ടോണിയും ഗോവിന്ദനും ജീപ്പിൻ്റെ പിന്നിൽ കയറി. കാർ പിന്നോട്ട് നീങ്ങി. കാഴ്ചയിൽ നിന്നും മറയുന്നത് വരെ ജിഷ്ണു നോക്കി നിന്നു. അയാൾ ശാന്തനായി സാവിത്രിയെ നോക്കി. അവളുടെ കണ്ണിൽ അപ്പോൾ കണ്ണീരില്ലായിരുന്നു. ജിഷ്ണു മെല്ലെ തിരക്കി. എന്താ കുട്ടിയുടെ പേര്? സാവിത്രി കുട്ടി. വീട് തൃപ്പൂണിത്തറയിലാണ്. ജീപ്പിൽ കയറിക്കോളൂ, ഞാൻ വീട്ടിലെത്തിക്കാം. ഇടയിൽ അല്പം താമസം വരും. പിന്നിലുള്ള 2 വേന്ദ്രന്മാരെയും കണ്ണിലെ കൃഷ്ണമായി പോലെ കാത്തു സൂക്ഷിക്കാൻ ഒരിടം കണ്ടെത്തണം. സിറ്റി മുഴുവൻ ഒന്ന് കറങ്ങേണ്ടി വരും. വിരോധമില്ലല്ലോ? വിരോധമില്ല എന്ന അർത്ഥത്തിൽ സാവിത്രിക്കുട്ടി തലയാറ്റി. അവൾ ജീപ്പിൽ കയറി. ജീപ്പ് മുന്നോട്ട് കുതിച്ചു. ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ജീപ്പ് നിന്നു. ജിഷ്ണു ചാടി ഇറങ്ങി. പിന്നിലോക്കി നോക്കി അയാൾ ഗർജിച്ചു. ഇറങ്ങടാ. ടോണിയും ഗോവിന്ദനും ഇറങ്ങി. ജിഷ്ണു സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നടന്നു. ജിഷ്ണുവിനെ കണ്ട സബ് ഇൻസ്പെക്ടർ ബാലചന്ദ്രൻ സല്യൂട്ട് ചെയ്തു. ജിഷ്ണുവിൻ്റെ പിന്നിൽ നിന്നിരുന്ന ടോണിയെയും ഗോവിന്ദനെയും കണ്ട് ബാലചന്ദ്രൻ പകച്ചുപോയി. അയാളുടെ മുഖം വിളറി. ജിഷ്ണു അത് കണ്ടു. അയാൾ പറഞ്ഞു, ഈ രാത്രി മുഴുവൻ യവന്മാർ ലോക്കപ്പിൻ്റെ ഉള്ളിൽ വേണം. രാവിലെ ഞാനെത്തും പുറത്തു വിടാൻ. ഏത് പമ്പന്മാർ വിളിച്ചു പറഞ്ഞാലും ഞാനറിയാതെ ലോക്കപ്പിൻ്റെ വാതിൽ തുറന്നു പോകരുത്. സർ ഇവർ AKSൻ്റെ ജിഷ്ണുവിൻ്റെ സ്വരമായിരുന്നു. സാക്ഷാൽ AKS തന്നെയായാലും ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. യെസ് സർ. ബാലചന്ദ്രൻ്റെ ശബ്ദം പതറി. ജിഷ്ണു താക്കോല് വാങ്ങി ലോക്കപ്പ് റൂം തുറന്നു. ടോണിയെയും ഗോവിന്ദനെയും അതിനുള്ളിലേക്ക് തള്ളിക്കയറ്റി. വാതിലടച്ചു. കണ്ണിൽ ക്രൗര്യം നിറച്ച് ടോണി ജിഷ്ണുവിനെ നോക്കി. അയാൾ അലറി വിളിച്ച്, മിടുക്കനായി എന്ന് കരുതണ്ട. നാളെ നേരം പുരുമ്പോൾ നിന്റെ തല തെറിപ്പിക്കാൻ ഇവിടെ ആണുങ്ങളുണ്ട്. അങ്ങേ ലോകത്തേക്ക് പോകാൻ തയ്യാറെടുത്തോ? ജിഷ്ണു ചിരിച്ചു. എന്നാലും ഞാൻ തനിച്ചുമില്ല, കൂടെ വരാൻ തയ്യാറായിക്കോ. ജിഷ്ണു ജീപ്പിനടുത്തേക്ക് നടന്നു. ജീപ്പ് തൃപ്പൂണിത്തറയിലേക്ക് തിരിഞ്ഞു. സാവിത്രിക്കുട്ടി അവളുടെ മനസ്സ് തുറന്നു. അവളുടെ കണ്ണീരിൽ കുതിർന്ന കഥകൾ കേട്ട് ജിഷ്ണു നിശബ്ദനായിരുന്നു. ജീപ്പ് അപ്പോഴും കുതിച്ചു പോയുകയായിരുന്നു. എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ സാവിത്രിക്കുട്ടിക്ക് സമാധാനമായി. ജിഷ്ണു പറഞ്ഞു, സാരമില്ല, അരുതാത്തതൊന്നും സംഭവിച്ചില്ലല്ലോ. പോലീസ് കൂടെ ഉണ്ടെന്ന് കരുതിക്കോളൂ. ഒരു കാര്യം ഇനി ഓർമ്മ വെക്കണം, എത്ര അടുത്ത ബന്ധുവായാലും കൂടെ വരാൻ വിളിക്കുമ്പോൾ 2 വട്ടം അത് ചിന്തിക്കണം. നടന്നൊന്നും വീട്ടിലറിയിക്കണ്ട. ഏതായാലും ഞാൻ കേസ് ചാർജ് ചെയ്യുന്നില്ല.
നടന്നതൊക്കെ പറയാൻ കോടതി കയറിയിറങ്ങുന്നത് സാവിത്രിക്കുട്ടിക്കൊരു ബുദ്ധിമുട്ടാവും. അത് വേണ്ട, ഫെർഗറ്റ് എവറിത്തിങ്. എന്താ? സാവിത്രിക്കുട്ടി തലയാട്ടി. പോക്കറ്റിൽ നിന്നും ജിഷ്ണു ഒരു കാർഡ് പുറത്തെടുത്തു. എൻ്റെ അഡ്രസ്സാണ്, ഫോൺ നമ്പറാണ്. എന്തു സഹായം ആവശ്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ മടിക്കണ്ട. ജീപ്പ് ഇഞ്ചക്കൽ മനയുടെ മുന്നിലെത്തി നിന്നു. സാവിത്രി ഇറങ്ങി. മുന്നോട്ട് നടന്നു നീങ്ങി അവൾ ഒരു നിമിഷം നിന്നു. മെല്ലെ തിരിഞ്ഞു. നന്ദി പറയാൻ മറന്നുപോയി സാർ. ഒരർത്ഥത്തിൽ മറന്നുപോയതല്ല, എങ്ങനെയാണത് പറയേണ്ടതെന്നറിയാതെ ഇപ്പോഴും എന്താ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് സാറ് തിരിച്ചു തന്നത് ഒരു രണ്ടാം ജന്മം. പഴയ പ്രതാപം മാത്രം കൈമുതലായുള്ള ഈ മനയിലെ പെൺകുട്ടികൾക്ക് ഒരു വേളി സ്വപ്നം കാണാൻ പോലും അവകാശമില്ല. എന്നാലും എന്നെങ്കിലും ആരെങ്കിലും വരുമ്പോൾ മനസ്സ് തേങ്ങുന്നില്ലല്ലോ, ഹൃദയം വിങ്ങില്ലല്ലോ. കൈമോശം വരുമെന്ന് കരുതിയിരുന്ന അമൂല്യമായത് നഷ്ടപ്പെട്ടില്ലല്ലോ സാർ. ഈ കഷ്ടപ്പാട്, ഈ കടപ്പാട് ഒരു ബന്ധനമായി കൂടെ ഉണ്ടാവും. ശക്തി പര്യായമായി സാറിന് ഞാൻ സാവിത്രിക്കുട്ടി നിർത്തി. ജിഷ്ണു പുഞ്ചിരിച്ചു. ഈ യൂണിഫോം ശക്തിയാണോ ദൗർബല്യമാണോ എന്ന് ഇനിയും ഉറപ്പ് പറയാറായിട്ടില്ല സാവിത്രിക്കുട്ടി. ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ ഫോൺ നിർത്താതെ ശബ്ദിക്കും. ലോക്കപ്പിനുള്ളിലെ ദിവ്യന്മാർക്ക് അരമണിക്കൂർ പോലും തികച്ചോടെ കിടക്കേണ്ടി വരില്ല. എന്നാലും ഒന്ന്, ജിഷ്ണുവിൻ്റെ ഉറക്കം കെടുത്താനെത്തുന്ന മണിനാഥം എവിടെ നിന്നെല്ലാമാണ് വരുന്നത് എന്നൊരു സർവേക്ക് ധാരാളം സമയമുണ്ട്. പോട്ടെ, ഗുഡ് നൈറ്റ്. ഇനി സാവിത്രിക്കുട്ടിക്ക് ഉറങ്ങാമല്ലോ. ജിഷ്ണു ഇനിയാണ് ഉണർന്നിരിക്കേണ്ടത്. സാവിത്രിക്കുട്ടി നടന്നകലുന്നത് ജിഷ്ണു നോക്കി നിന്നു. അവൾ മനയിലേക്ക് കടന്നുവെന്ന് ഉറപ്പായപ്പോൾ ജിഷ്ണു ജീപ്പ് തിരിച്ചു. ബംഗ്ലാവിനുള്ളിൽ അപ്പോഴും ലൈറ്റുകൾ കത്തുന്നുണ്ടായിരുന്നു. ഡാഡിയും മമ്മിയും ഉറങ്ങിയിട്ടില്ലെന്ന് ജിഷ്ണു ഊഹിച്ചു. ജീപ്പ് ഗേറ്റിന് മുന്നിൽ ബ്രേക്കിട്ട് നിന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഗേറ്റിലൂടെ താഴേക്കൊലിച്ച് ചോരത്തുള്ളികളെ നോക്കി ജിഷ്ണു ഞെട്ടിത്തെറിച്ചു. ഗേറ്റിന് താഴെ ആരോ വീണ് കിടക്കുന്നത് അയാൾ കണ്ടു. ഒരു കുതിപ്പോടെ അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി. വഴിനീളെ ചോരച്ചാലുകൾ തീർത്തിരുന്നു. ജിഷ്ണു അയാളുടെ സമീപത്തെത്തി. അയാൾ മെല്ലെ ഞരങ്ങി. അത് വൈശാഖനായിരുന്നു. അദ്ദേഹം 18. ജിഷ്ണു വൈശാഖനെ മെല്ലെ താങ്ങിപ്പിടിച്ചു. ആരാ നിങ്ങൾ? എന്തു പറ്റി? ഇവിടെ എങ്ങനെ എത്തി? വൈശാഖൻ ഞരങ്ങി. അയാളെന്തോ പറയാനൊരുങ്ങി. ജിഷ്ണു അയാളുടെ ചുണ്ടുകൾക്കരികെ കാതുകൾ ചേർത്ത് വെച്ചു. പറയൂ, എന്താണുണ്ടായത്? ആരാണ് നിങ്ങളെ മുറിവേൽപ്പിച്ചത്? ആയാസപ്പെട്ട് വൈശാഖൻ ചുണ്ടുകൾ അനക്കി. വെള്ളം. ഗേറ്റ് തുറന്ന് ജിഷ്ണു അകത്തേക്ക് കുതിച്ചു. സ്വീകരണവർമ്മയിലെ രാമവർമ്മയും നന്ദിനിക്കുട്ടിയും ഉണ്ടായിരുന്നു. രാമവർമ്മ തിരക്കി. എന്താ ജിഷ്ണു? ഡാഡി ഗേറ്റിന് മുന്നിൽ ഗുരുതരമായിട്ട് മുറിവേറ്റിൽ ഒരാൾ കിടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അയാൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഹോസ്പിറ്റലിലേക്കൊന്ന് ഫോൺ ചെയ്യും. ഒരു ആംബുലൻസ് അയക്കാൻ പറയണം. രാമവർമ്മ ഫോണിനടുത്തേക്ക് നീന്നി. നന്ദിനിക്കുട്ടിയെ നോക്കി ജിഷ്ണു പറഞ്ഞു, കുറച്ച് വെള്ളം വേണം. ജിഷ്ണു വൈശാഖനെ താങ്ങിയെടുത്ത് സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുവന്നു. നന്ദിനിക്കുട്ടി വെള്ളവുമായി വന്നു. ജിഷ്ണു വെള്ളം കുറേശ്ശെയായിട്ട് വൈശാഖൻ്റെ നാവിലേക്ക് ഇറ്റിച്ചു. ഇനി പറയൂ, എന്താണുണ്ടായത്? വൈശാഖൻ മെല്ലെ ഞരങ്ങി. ഞാൻ വാത്തുരുത്തിന്ന് വരണത്. അവരെന്നെ കൊല്ലുമായിരുന്നു സാർ. ജീവൻ രക്ഷിക്കാൻ ഞാൻ. വാക്കുകൾ കിട്ടാതെ വൈശാഖൻ ഉഴറി. ജിഷ്ണുവിൻ്റെ മുഖം കനത്തു. ആരാണ് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത്? എന്തിന്? വൈശാഖൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. ആ ദുഷ്ടന്മാർ ഈ രാത്രി വാത്തുരുത്തിയിലെ വീടുകളെല്ലാം തീ വെച്ച് നശിപ്പിക്കും സാർ. ജിഷ്ണു പിടഞ്ഞുണർന്നു. വൈശാഖൻ തുറന്നു. അവിടെ ഒരു ബീച്ച് റിസോർട്ട് ഉണ്ടാക്കാൻ സാർ. എത്രയും പെട്ടെന്ന് അവിടെ എത്താനായില്ലെങ്കിൽ വാത്തുരുത്തി. ജിഷ്ണുവിൻ്റെ സ്വരമായിരുന്നു. അവർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം. ഹനുമന്തയെയും കൂട്ടുകാളികളും, അയാളുടെ മകൾ റാണി, പിന്നെ ഗോവർദ്ധൻ എന്ന ഗുണ്ട. AKSനും അതിൽ പങ്കുണ്ട്. പുറത്ത് ആംബുലൻസ് വന്നു. വൈശാഖനെ ആംബുലൻസിൽ കയറ്റിയിട്ട് ജിഷ്ണു പറഞ്ഞു, ധൈര്യമായിരിക്കും, വാത്തുരുത്തിക്കൊന്നും സംഭവിക്കില്ല. ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. മെഡിക്കൽ ട്രസ്റ്റിൽ ഞാൻ ഒരിക്കൽ കൂടി വിളിക്കാം. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവനും എനിക്ക് പ്രധാനപ്പെട്ടതാണ്. ആംബുലൻസ് അകന്നു. ജിഷ്ണു ഫോണിന് നേരെ നടന്നു. രാമവർമ്മ ഭയത്തോടെ തിരക്കും. ജിഷ്ണു, എന്താണിതൊക്കെ? ജിഷ്ണുവിൻ്റെ സ്വരമായിരുന്നു. ഡാഡി, ഞാനിവിടെ ചാർജ് എടുത്തപ്പോൾ മുതൽ ആദ്യം കേട്ട പേര് ഹനുമന്തയ്യ എന്ന നൊട്ടോറിയസ് ക്രിമിനലിൻ്റെതാണ്. പിന്നെ പലവട്ടം ആ പേര് കിട്ടും. പക്ഷേ ഈ നഗരത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു പേരാണ് പിന്നെ ഞാൻ അറിഞ്ഞത്. റാണി. അച്ഛനും മകളും ചേർന്ന് പണം വാരി എറിഞ്ഞ് ഈ സിറ്റി ഭരിക്കുന്നത് വാമൊഴിയിലൂടെയും വരമൊഴിയിലൂടെയും ഒരുപാട് പേർ
ജിഷ്ണുവിന് പറഞ്ഞു തന്നു. റെക്കോർഡുകളിൽ ഇല്ലാത്തൊരു രാജാവ് നിയമം കയ്യിലെടുത്ത് ഇവിടെ അരങ്ങ് തകർക്കുന്നു. നോ, ഐ കാൻ അലോ ദാറ്റ്. ഈ രാത്രി മറ്റൊരു പേര് കൂടി ഞാൻ കേട്ടു. AKS. ഒരിക്കലല്ല, പലവട്ടം. ഇപ്പോൾ വാത്തുരുത്തിയുടെ മുഖച്ഛായ മാറ്റിയെടുക്കാനുള്ള തിടുക്കപ്പെട്ട നീക്കങ്ങളിലാണ് ഈ കറുത്ത ശക്തികളെല്ലാം. അത് സംഭവിച്ചുകൂടാ. ജിഷ്ണു റിസീവർ കയ്യിലെടുത്തു. രാമവർമ്മയുടെ സ്വരമിടറി. ഇത് തീക്കളിയല്ല മോനെ. നീ ഈ യുദ്ധത്തിൽ ഒറ്റപ്പെട്ടു പോവില്ലേ? ജിഷ്ണു ചിരിച്ചു. ഒറ്റപ്പെട്ടു പോയാലും കരുത്തനായ ഒരു പടയാളിക്ക് പിന്തിരിഞ്ഞോടാനാവും ഓടാടി. ജിഷ്ണു, അവരൊക്കെ വലിയവരാണ്. ഹനുമന്തയെ കണ്ണിൽ ചോരയില്ലാത്ത കൊടിയ ക്രിമിനലാണ്. പിന്നെ നീ അല്പം മുൻപ് പറഞ്ഞ AKS അധികാരത്തിനും പണത്തിനും വേണ്ടി എന്തും ചെയ്യാനും മടിക്കാത്ത നിഷ്ഠൂരനാണ് അയാൾ. മറനീക്കി ഇനിയും ഒട്ടേറെ പേർ പുറത്തു വന്നെന്നിരിക്കും. ഈ കളി വേണം ഡാഡി. രാഷ്ട്രീയം ബിസിനസ്സാക്കാൻ ഒരു വമ്പനെയും ഞാൻ അനുവദിക്കില്ല. ഹനുമന്തയുടെ പിന്നിൽ ഈ നാട് ആദരിക്കുന്ന കൊലകമ്പന്മാരുണ്ടെങ്കിൽ കൂടി ജിഷ്ണു മുമ്പോട്ട് വെച്ച കാല് പിമ്പോട്ട് വയ്ക്കില്ല. ഡയറക്ടറി തുറന്ന് വാത്തുരുത്തിക്കടുത്തുള്ള ഫയർ സ്റ്റേഷൻ്റെ നമ്പർ ജിഷ്ണു കണ്ടുപിടിച്ചു. ഡയൽ തിരിഞ്ഞു. അങ്ങേ തലക്കൽ ബെൽ ശബ്ദിച്ചെങ്കിലും ആരും റിസീവർ എടുത്തില്ല. സിറ്റിയിലെ എല്ലാ ഫയർ സ്റ്റേഷൻ്റെ നമ്പറും ജിഷ്ണു ഡയൽ ചെയ്തു. എല്ലായിടത്തും മണി മുഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യാൻ ആരും എത്തിയില്ല. ജിഷ്ണുവിൻ്റെ പല്ലുകൾ ഞെരിച്ചു. അപ്പോൾ അതൊരു പ്രീ പ്ലാൻഡ് അറ്റംപ്റ്റാണ്. മുകളിലുള്ള ഏതോ ഒരു VVIP ആണ് എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത്. ജിഷ്ണു ടൗൺ സ്റ്റേഷൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അങ്ങേ തലക്കൽ സബ് ഇൻസ്പെക്ടർ ബാലചന്ദ്രൻ വന്നു. ജിഷ്ണു ശബ്ദിച്ചു. താൻ ജീവിച്ചിരിപ്പുണ്ടോ? ഫോണിൻ്റെ മറുതലക്കുള്ളവരെല്ലാം ചത്തുപോയി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. തനിക്ക് ജീവനുണ്ടല്ലോ, നന്നായി. ലോക്കപ്പിലുള്ളവർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? സാർ, ഇല്ല. അത് പിന്നെ ഇല്ല അല്ലേ? ആര് വിളിച്ചു പറഞ്ഞിട്ടാണ് താൻ അവരെ വിട്ടയച്ചത്? സാർ, അത് മിസ്റ്റർ ബാലചന്ദ്രൻ ഉരുണ്ട് കളിക്കാതെ കാര്യം പറയും. ആ ബാസ്റ്റേഴ്സിനെ സ്വതന്ത്രരാക്കാൻ ഏത് ഡാഷ് മോനാണ് നിന്നോട് വിളിച്ചു പറഞ്ഞത്? ബാലചന്ദ്രൻ്റെ ശബ്ദം വരച്ചു. കമ്മീഷണർ ഡിസിൽവ സാർ. ജിഷ്ണു ഒരു നിമിഷം സ്തംഭനായി. ഡിസിൽവ സാറും? അപ്പോൾ ജിഷ്ണു നടുക്കത്തിൽ നിന്നുണർന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് നാളെ ഞാൻ അദ്ദേഹത്തോട് നേരിൽ ചോദിച്ചോളാം. ഞാനിപ്പോൾ തന്നെ വിളിച്ചത് മറ്റൊരു കാര്യത്തിനാണ്. സാർ, 15 മിനിറ്റിനുള്ളിൽ 5 ഫയർ എഞ്ചിനുകൾ എനിക്ക് വാത്തുരുത്തിയിൽ വേണം. ഹരിയപ്പ്. സാർ, അത് മിസ്റ്റർ ബാലചന്ദ്രൻ, ഫസ്റ്റ് ഒബേ ദ ഓർഡർ. വാത്തുരുത്തിയിൽ തീയിലെരിക്കാൻ ഈ രാത്രി ഒരു ശ്രമം നടക്കുമെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ വാത്തുരുത്തിയിലെത്തുമ്പോൾ ഫയർ എഞ്ചിനുകളും അവിടെ ഉണ്ടാവണം. കൂടെ നിങ്ങളും. ASP ജിഷ്ണുവാണ് പറയുന്നത്. ഈ രാത്രിയിൽ വാത്തുരുത്തിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഫയർ സ്റ്റേഷനിലുള്ള ഒറ്റ ഒരുത്തിനും നാളത്തെ സൂര്യോദയം കാണാനുണ്ടാവില്ലെന്ന് പറഞ്ഞേക്ക്. സാർ, ഡിസിൽവ സാർ, പോകാൻ പറയടോ അയാളോട്. ബാസ്റ്റർ. റിസീവർ കാർഡിലേക്ക് തന്നെ വീണു. ഒരു കൊടുങ്കാറ്റായി ജിഷ്ണു ജീപ്പിനടുത്തേക്ക് പറന്നു. ജീപ്പ് പറക്കുകയായിരുന്നു. ചുരുട്ടിയ കൈത്തലം ഗോവർദ്ധൻ്റെ മുഖത്തേക്ക് ഒരു ഇടിവാളിൻ്റെ കരുത്തോടെ പറന്നു ചെന്നു. ഗോവർദ്ധൻ ചുമരിലേക്ക് ചെന്നിടിച്ച് തറയിലേക്ക് ഊർന്നു. ഹനുമന്തയെ പൊട്ടിത്തെറിച്ചു. പുലരുമ്പോൾ വാത്തുരുത്തി അവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് സംശയം തീർക്കാൻ പണ്ടാറമടങ്ങി എത്തിയിരിക്കുന്നു. അതിന് തക്കവണ്ണം എന്തുണ്ടായി അവിടെ? ആകാശം ഒടിഞ്ഞു വീണോ? അതോ നിൻ്റെ മറ്റവൻ ചത്തുപോയോ? അതല്ല മുതലാളി. ഗോവർദ്ധൻ വിറച്ചു. ആ വൈശാഖൻ എന്ന തെണ്ടി ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടു. ഈ രാത്രി അവിടെ ഒരു തീപിടുത്തമുണ്ടായ അതിന് പിന്നിൽ നമ്മളാണെന്ന് അറിയട്ടോ. അതിനെന്താ? ഹനുമന്തയെ തൂക്കിക്കൊല്ലാൻ ഹൈക്കോടതിയിൽ നിന്ന് വിധി വരുമോ? ഗോവർദ്ധൻ ഭയത്തോടെ മന്ത്രിച്ചു. ആ വൈശാഖൻ ബാക്കിയാവാതിരുന്നാൽ നടന്നതൊന്നും ആരും അറിയില്ല. അതുകൊണ്ട് മുതലാളിയോടൊന്ന് ചോദിച്ചിട്ട്. ഹനുമന്തയുടെ ശബ്ദം ഗോവർദ്ധൻ്റെ വാക്കുകൾ മുറിഞ്ഞു. ചോദിച്ചിട്ട് സമയവും കാലവും രാഹുകാലവും ഒക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. നിന്നെയൊക്കെ ഈ കാര്യം ഏൽപ്പിച്ച് എന്നെ വേണം പറയാൻ. വൈശാഖൻ എവിടെയെങ്കിലും പോയി തൊലയിട്ടോ? അവ മിണ്ടി വരുമ്പോഴല്ലേ അതപ്പോഴത്തെ കാര്യം. നേരം വെളുക്കാൻ ഇനിയുമുണ്ട് മണിക്കൂറുകൾ ബാക്കി. ചെല്ല്, വാത്തുരുത്തി കത്തിയെരിയട്ടെ. ഹനുമന്തയുടെ വാക്കിന് ഈ നഗരം പിളർക്കുന്ന ശക്തിയുണ്ടെന്ന് പുലരുമ്പോൾ നേതാക്കന്മാരറിയട്ടെ. ദാവൂദ് ഉസ്താദ് ആദ്യത്തെ ബോംബെ ഫ്ലൈറ്റിന് കൊച്ചിയിലെത്തി. അയാൾക്ക് നൽകാൻ അപ്പോൾ ഒരു പിടിച്ചാരം നമ്മുടെ കയ്യിലുണ്ടാവണം. ഹനുമന്തയുടെ സിംഹാസനം ഒരിക്കലും മനക്കാനാവില്ലെന്ന് ദുബായ് ഡോൺ അറിയണം. വാത്തുരുത്തിയിൽ ആളിപ്പടരുന്ന ജ്വാലകൾ ഈ ഹനുമന്തയുടെ കണ്ണുകളിലെറിയുന്ന ജ്വാല തന്നെയാണെന്ന് ഈ മണ്ണിൽ കാലുകുത്തുന്ന നിമിഷം ദാവൂദിന് മനസ്സിലാക്കണം. റാണിമോള് നിനക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും. പാഴാക്കാൻ ഒരു സെക്കൻഡ് പോലും ബാക്കിയില്ല. 4 മണിക്കൂറിനുള്ളിൽ അഗ്നിയുടെ നീണ്ട നാവുകൾ അവിടെയുള്ള എല്ലാം നക്കി തുടയ്ക്കണം. കിക്ക്.
ഗോവർദ്ധൻ മെല്ലെ പിൻവാങ്ങി. അകത്ത് വാതിൽ മെല്ലെ ചലിച്ചു. ഹനുമന്തയ്യ അങ്ങോട്ട് നോക്കി. വാതിലിനപ്പുറം ദൈന്യം തുളുമ്പുന്ന 2 കണ്ണുകൾ അയാൾ കണ്ടു. സീതമ്മയുടെ കണ്ണുകൾ. ഹനുമന്തയ്യ ബെഡ്റൂമിലേക്ക് നടന്നു. സീതമ്മ വാതിലിനടുത്ത് നിൽക്കുകയായിരുന്നു. അവരൊന്ന് വേച്ചു. ഹനുമന്തയ്യ സീതമ്മയെ താങ്ങിപ്പിടിച്ചു. സ്നേഹം കലർന്ന ശാന്തതയോടെ ഹനുമന്തയ്യ തിരക്കി. സീതമ്മേ, കട്ടിൽ നിന്ന് അനങ്ങരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? പോയി കിടക്ക്. സീതമ്മയുടെ കണ്ണുകൾ തുളുമ്പി. അവരൊന്ന് തേങ്ങി. ഹനുമന്തയ്യ നിർവികാരമായി പറഞ്ഞു, നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഈ നീണ്ട വർഷങ്ങൾ, അതല്ലാതെ നീ മറ്റൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അരുത്. ഈ വൈകിയ വേളയിൽ എന്നോട് പിന്നോട്ട് ചുവടുവയ്ക്കാൻ പറയരുത്. എനിക്കതാവില്ല. ഇപ്പോഴും ഈ സിറ്റി ഹനുമന്തയുടെ കൈപ്പിടിയിൽ തന്നെയുണ്ട്. റാണിമോൾക്ക് കിരീടവും ചെങ്കോലും കൈമാറുന്നത് വരെ അതങ്ങനെ തന്നെ ഉണ്ടാവും. ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെട്ട് വെറുതെ ബ്ലഡ് പ്രഷർ കൂട്ടണ്ട. സീതമ്മ തേങ്ങി. നിന്റെ ഈ കണ്ണുകൾ ഒരിക്കലും തോരില്ലെന്ന് എനിക്കറിയാം. ഇനി ഞാനതിന് ശ്രമിക്കുന്നില്ല. സീതമ്മ വിതുമ്പി. റാണിമോളെങ്കിലും എനിക്ക് വിട്ടു തന്നൂടെ? ഹനുമന്തയ്യ സീതമ്മയുടെ മുഖത്തു നിന്നും നോട്ടം തെറ്റിച്ചു. ഒരിക്കൽ കാത്തവരായ എൻ്റെ മകൾക്ക് സ്നേഹം കൊടുക്കാൻ നീ എന്നോട് പറഞ്ഞു. നീ ആവശ്യപ്പെട്ടതിലധികം സ്നേഹം ഞാൻ അവൾക്ക് വാരിക്കോരി കൊടുത്തു. ഹനുമന്തയുടെ മകളാക്കി. ഈ ബംഗ്ലാവിൽ വളർത്തണമെന്ന് പറഞ്ഞു. വളർത്തി മകളാക്കി സ്നേഹം കൊടുത്തു. അവൾ എന്നെപ്പോലെയായത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ സീതമ്മേ. കൊച്ചിയുടെ പേടി സ്വപ്നമായി മാറിയത് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ. ഈ വൈകിയ വേളയിൽ നീ അവളെ തിരിച്ചു ചോദിക്കുന്നു. തിരിച്ചു വരാൻ ഒരുക്കമാണെങ്കിൽ നീ അവളെ നിൻ്റെ മാത്രമായിട്ട് മാറ്റിക്കൊള്ളൂ. എനിക്ക് ശേഷം ഒരു തുടർച്ച വേണ്ടെന്ന് ഞാൻ കരുതിക്കൊള്ളാം. ഇപ്പോൾ നിനക്ക് തരാൻ അതേ എൻ്റെ പക്കലുള്ളൂ. ഹനുമന്തയ്യ പുറത്തേക്ക് നടന്നു. സീതമ്മ എന്തിനെന്നറിയാതെ അപ്പോഴും കരയുകയായിരുന്നു. ബോംബെ, പൂനെയിലെ എർവാദ ജയിലിനടുത്തുള്ള കൂറ്റൻ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്. അതിലെ ജയിൽ സൂപ്രണ്ട് കിരൺ മെഹ്റയുടെ ഫ്ലാറ്റ്. മെഹ്റയുടെ ഉറക്കം മുറിച്ചുകൊണ്ട് കോളിംഗ് ബെൽ തുടരെ ശബ്ദിച്ചു. തൊല്ലലസ്വരത്തോടെ കിരൺ മെഹ്റ ഉണർന്നു. അയാൾ ലൈറ്റിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. മുറിയിൽ പ്രകാശം പരന്നു. അയാളുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് പാളി വീണു. മണി 3 ആവാൻ തുടങ്ങുന്നതേയുള്ളൂ. ആരാവും ഈ നേരത്ത് ശല്യപ്പെടുത്താതെത്തിയിരിക്കുന്നത്? തൊട്ടടുത്ത് കിടന്നുറങ്ങിയിരുന്ന ഭാര്യ സുനന്ദയെ ഉണർത്താതെ തന്നെ കിരൺ എഴുന്നേറ്റു. മകൾ സുരഭി അമ്മയോട് ചേർന്ന് കിടക്കുന്നുണ്ട്. അവളുടെ താളന ബന്ധമായ കൂർക്കം വലിയിട്ട് മെഹ്റമെല്ലെ പുഞ്ചിരിച്ചു. ആകാശം പൊട്ടി വീണാലും സുനന്ദ അറിയില്ല. കിരൺ സ്വീകരണ മുറിയിലേക്ക് നടന്നു. വാതിലിനടുത്തെത്തിയപ്പോൾ അയാൾ നിന്നു. ആരാവും പുറത്ത്? അയാൾ പീപ്പിംഗ് ഹോളിലൂടെ പുറത്തേക്ക് നോക്കി. ഭയം കൊണ്ട് കിരൺ മെഹ്റ നടുങ്ങിത്തെറിച്ചു. കയ്യിലൊരു ഗണ്ണുമായി പുറത്ത് ബഡാരാജൻ നിൽക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്തായി കിരൺ മെഹ്റ അടിമുടി വിറച്ചു. അയാൾ ടെലിഫോണിന് നേരെ ഓടി. റിസീവർ എടുത്ത് സ്റ്റേഷനിലേക്ക് ഡയൽ ചെയ്യാൻ ശ്രമിച്ചു. ഡയൽ ടോൺ കിട്ടുന്നില്ല. ഫോൺ നിശ്ചലമാണെന്ന് കിരൺ മെഹ്റ വൈകി അറിഞ്ഞു. അയാൾ വെപ്രാളത്തോടെ ബെഡ്റൂമിലേക്ക് ഓടി. മേശവലിപ്പ് തുറന്ന് റിവോൾവർ കയ്യിലെടുത്തു. പുറത്ത് ഗൺ ശബ്ദിച്ചു. തുളകൾ വീണ് വാതിൽ പൊളിഞ്ഞടർന്നു. പിന്നെയും തുരുതുരാ ബുള്ളറ്റുകൾ ചീറിപ്പാഞ്ഞു വന്നു. കിരൺ മെഹ്റ കണ്ടു. ഏതുറക്കത്തിലും നടുങ്ങിത്തെറിക്കാൻ പോന്ന ആ മുഖം. ദാവൂദ് ഉസ്താദ്. രക്ഷപ്പെടാനാവില്ലെന്ന് കിരൺ മെഹ്റയ്ക്ക് ഉറപ്പായി. വാതിൽ ശബ്ദത്തോടെ പൊളിഞ്ഞു വീണു. ദാവൂദ് ചിരിച്ചു. അഴകിയവനെ കാണുമ്പോൾ അപ്പനെന്ന് വിളിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല കിരൺ. ദാവൂദ് ഉസ്താദ് നിഷ്പ്രഭനായി പോവും എന്ന് നീ കരുതിയല്ലോ. പകരം സഫാലിയ ഗാവ്ലി എന്ന ബാസ്റ്റഡ് ദാവൂദിൻ്റെ സിംഹാസനം കൈയടക്കിയെന്ന് നീ എന്ന് കരുതിയല്ലേ? എൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് എനിക്ക് പട്ടട തീർക്കാൻ ഗാവ്ലി എന്ന പട്ടിക്ക് അരികിൽ നിന്നു അല്ലേ? എന്നെ കൊല്ലാൻ വേണ്ടി അവനെ തുറന്നു വിട്ടുവല്ലേ? ഡാഷു മോനെ, ഇനിയും ഈ നഗരം എന്നെ കൈവിട്ടിട്ടില്ല. നിങ്ങൾക്കൊക്കെ കുറ്റവാളിയെ കണ്ടെത്തിയാലും ശിക്ഷ നടപ്പിലാക്കാൻ നിയമത്തിന് പിൻബലം വേണം. ഈ ദാവൂദ് ഉസ്താദിന് കുറ്റവാളിയെ കണ്ടെത്തിയ പിന്നെ അങ്ങേ തലയ്ക്കൽ ഒരു സെക്കൻഡിൽ കുറഞ്ഞ സമയം മതി. ഗൺ ശബ്ദിച്ചു. ഒരലർച്ചയോടെ കിരൺ മെഹ്റ പെടഞ്ഞു വീണു. ബഡാരാജൻ ബെഡ്റൂമിലേക്ക് നടന്നു. ദാവൂദിൻ്റെ ശബ്ദം പിന്തുടർന്നെത്തി. താഴ്വേരറ്റ വൃക്ഷത്തിന് ശിഖരങ്ങളും വേണ്ട. വീണ്ടും ഗൺ ശബ്ദിച്ചു. വെളുത്ത ചുമരിലേക്ക് ചോരപ്പൂക്കൾ തെറിച്ചു. സുനന്ദയും സുരഭിയും ഉറക്കത്തിൽ തന്നെ പിടഞ്ഞു തീർന്നു. ദാവൂദ് ഉസ്താദിൻ്റെ കനത്ത ശബ്ദം ബെഡ്റൂമിൽ ചിതറി വീണു. ഇനി ഗാവ്ലി, സഫാലിയ ഗാവ്ലി. കൊച്ചി, വാത്തുരുത്തി. ചീറിപ്പാഞ്ഞു വന്ന ഒരു ട്രക്കിൻ്റെ ശബ്ദം നിറഞ്ഞു നിന്ന് നിശബ്ദത മുറിച്ചു. റെയിൽവേ ലൈനിനടുത്തായി ട്രക്ക് നിന്നു.
ഗോവർദ്ധനും ഗുണ്ടകളും പെട്രോൾ നിറച്ച ടിന്നുകളുമായിട്ട് ചാടിയിറങ്ങി. അവർ കുടിലുകൾക്ക് നേരെ കുതിച്ചു. ഇരുട്ടിൽ ഒരു തീപ്പൊരി മിന്നി. ഒരു പന്തം കത്തിപ്പടർന്നു. അത് വായുവിലുയർന്നു. പിന്നെ അന്തരീക്ഷം പിളർന്ന് ഒരമ്പ് പോലെ ചീറിപ്പാഞ്ഞു. ഇടയ്ക്ക് വെച്ച് കനത്ത ഒരു കൈത്തലം അത് പിടിച്ചെടുത്തു. ഗോവർദ്ധൻ നടുങ്ങിത്തെറിച്ചു. കത്തുന്ന പന്തത്തിൻ്റെ വെളിച്ചത്തിൽ അയാൾ ആ മുഖം കണ്ടു. ജിഷ്ണു. അധ്യായം 19. ഗോവർദ്ധൻ കണ്ണുകൾ ചിമ്മി തുറന്നു. കത്തുന്ന പന്തത്തിനപ്പുറം മറ്റൊരു തീപ്പന്തം പോലെ ജിഷ്ണു. ഗോവർദ്ധൻ ഒരടി മുന്നോട്ട് വെച്ചതേ ഉള്ളൂ. പന്തം വായുവിലൊരു വൃത്തം തീർത്ത് നെഞ്ചിന് നേരെ പാളി വന്നു. ഗോവർദ്ധൻ ഒരടി പിന്നോട്ട് വെച്ചു. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ജിഷ്ണു മുന്നോട്ടെടുത്തു. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ വാത്തുരുത്തിക്ക് പകരം കത്താൻ പോകുന്നത് നീയും നിന്റെ കൂട്ടാളികളുമാണ്. ഒരു നിമിഷമേ ഗോവർദ്ധൻ നടുങ്ങി നിന്നുള്ളൂ. ഹനുമന്തയുടെ കത്തുന്ന കണ്ണുകൾ അയാളുടെ മുന്നിലെത്തി. ഇനി ഒരിക്കൽ കൂടി അങ്ങോട്ട് തിരിച്ചു ചെന്നാൽ മരണം മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ എന്ന് ഗോവർദ്ധൻ അറിഞ്ഞു. അയാൾ മുന്നോട്ടാഞ്ഞു. കത്തുന്ന പന്തം വഴിമറിച്ചു. അത് അവഗണിച്ചുകൊണ്ട് അയാൾ ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചു. ജിഷ്ണു ഹട്ടസിച്ചു. അടുക്കരുത്. മുന്നോട്ട് ഒരടി കൂടി വയ്ക്കരുത്. ഒരു ചേരിയിലെ മുഴുവൻ ആളുകളെയും കണ്ണിൽ ചോരയില്ലാതെ ചുട്ടു തിന്നാൻ വന്ന നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരുമെന്ന് കരുതരുത്. ഗോവർദ്ധൻ ജിഷ്ണുവിൻ്റെ വാക്കുകൾ തീർത്തും അവഗണിച്ച് മുന്നോട്ടെടുത്തു. ജിഷ്ണുവിൻ്റെ സ്വരമായിരുന്നു. ദയയുടെ ഒരു നേരിയ കണിക പോലും എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഹനുമന്തയുടെ പേര് കേട്ടാൽ ASP ജിഷ്ണു ഞെട്ടിത്തെറിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. ഹനുമന്തയെ നിങ്ങൾക്ക് രാജാവായിരിക്കും. എനിക്കയാൾ വെറും ഒരു ക്രിമിനൽ മാത്രമാണ്. അവസാനമായി ഞാൻ പറയുന്നു, അടുക്കരുത്. ഗോവർദ്ധൻ ജിഷ്ണുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. അയാൾ ശ്രദ്ധാപൂർവം ഓരോ ചുവടും മുന്നോട്ട് വെച്ചു. ജിഷ്ണു പിന്നെ ശബ്ദിച്ചില്ല. അയാൾ കണ്ണുകൾ കൊണ്ട് ഗോവർദ്ധൻ്റെ ഓരോ ചലനവും അളന്നു. ഗോവർദ്ധൻ ജിഷ്ണുവിൻ്റെ തൊട്ടടുത്തെത്തിയിരുന്നു. പന്തത്തിലുള്ള ജിഷ്ണുവിൻ്റെ പിടിമുറുക്കി. 4 കണ്ണുകൾ കോർത്തു വലിച്ചു. ഗോവർദ്ധൻ അലറി വിളിച്ചു, വഴിമറയ്ക്കാൻ മുന്നിൽ വരരുത്. അതിനൊരു ശിക്ഷയുള്ളൂ, മരണം. ഹനുമന്തയെ നിങ്ങൾ കരുതുന്ന പോലെ വെറും ഒരു ക്രിമിനലല്ല. ഈ സിറ്റിയുടെ രാജാവാണ്. രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞു. പ്രിവിപ്പേഴ്സ് പോലും നിർത്തലാക്കി. രാജാക്കന്മാരിപ്പോൾ പാഠപുസ്തകങ്ങളുടെ താളുകളിൽ മാത്രമേ ഉള്ളൂ. ഇത് മന്ത്രിമാരുടെ കാലം. ഹനുമന്തയ്യ എന്ന തെരുവ് പട്ടി ഏതായാലും ഒരു മന്ത്രിയല്ലല്ലോ. ഞങ്ങൾ പോലീസുകാർക്ക് ആകെ പേടിക്കേണ്ടത് അവരെ മാത്രമാണ്. ഗോവർദ്ധൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. മന്ത്രിമാരുടെ കൽപ്പനകളാണ് ഇവിടെ ഹനുമന്തയെ നടപ്പിലാക്കുന്നത്. ഈ ചേരി ഒരു പിടി ചാരമാക്കാൻ ആദ്യം പറഞ്ഞത് നീ പറഞ്ഞൊരു മന്ത്രി തന്നെയാണ്. തന്തയ്ക്ക് പറക്കാത്ത ഏതെങ്കിലും ഒരുത്തൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സമയമായി. ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും ചുട്ടു തിന്നിട്ട് ഒരു നിമിഷം കൂടുതൽ മന്ത്രി കസേരയിലിരിക്കാൻ ഞാൻ ആ ബാസ്റ്റഡിനെ അനുവദിക്കില്ല. തെരുവ് കൊണ്ടയുടെ കാല് നക്കി നടക്കുന്ന തെണ്ടിപ്പട്ടികൾക്ക് അശുദ്ധമാക്കാനുള്ളതാണ് ഇതല്ല ആ കസേരകൾ. അത് പറയാൻ നീ ആരടാ ഡാഷുമോനെ? ASP ജിഷ്ണു. നാട് നന്നാക്കാൻ ഇറങ്ങിയ കാക്കിക്കുള്ളിലൊരു വിശുദ്ധൻ അല്ലടാ. ജിഷ്ണു ചിരിച്ചു. അല്ല, നിന്നെപ്പോലെയുള്ള ചെറ്റകളെ നാട്ടിൽ നിന്നും തുടച്ചു നിൽക്കാൻ അവതാരമെടുത്തു വന്നിട്ടുള്ള ഒരു ബാസ്റ്റഡ്. ഗോവർദ്ധൻ ജിഷ്ണുവിൻ്റെ കയ്യിലെ പന്തത്തിൽ കടന്നു പിടിച്ചു. എങ്കിൽ ഇവിടെ ആദ്യം കത്തിക്കരിഞ്ഞ് വീഴാനുള്ളത് നീയാണ്. അതത്ര എളുപ്പമായിരുന്നെങ്കിൽ ഞാൻ ഈ കാക്കി ധരിക്കില്ലായിരുന്നു മോനെ. ഗോവർദ്ധൻ പന്തത്തിൽ പിടിമുറുക്കി. ജിഷ്ണു കത്തുന്ന കണ്ണുകളോടെ അയാളെ തറച്ചു നോക്കി. ജിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും പന്തം പിടിച്ചു വാങ്ങാൻ അത്ര എളുപ്പമല്ലെന്ന് ഗോവർദ്ധൻ കണ്ടു. അയാൾ അലറി വിളിച്ചു, കൊത്തി നുറുക്കടായി പട്ടി. മുൻപേ പോയിട്ടുള്ളവർ അങ്ങ് മേലെ ഇവനെ കാത്തു നിൽപ്പുണ്ടാവും. അവരുടെ അടുത്തേക്ക് തന്നെ ഇവനെയും പറഞ്ഞുവിട്. ഗോവർദ്ധൻ്റെ തൊട്ടു പിന്നിൽ നിന്നിരുന്ന ഗുണ്ടകൾ ഒരു കൊടുങ്കാറ്റായി ചീറിയടിച്ചു. ആ കാറ്റിൽ ജിഷ്ണു ഉലഞ്ഞു. കയ്യിലിരുന്ന പന്തം അന്തരീക്ഷത്തിൽ അഗ്നിയുടെ വളയങ്ങൾ തീർത്തു. ഗുണ്ടകൾ തെന്നിമാറി. ജിഷ്ണുവിൻ്റെ ചുരുട്ടിയ ഇടതു കൈ ഒരു ഇരുമ്പുകൂടത്തിൻ്റെ കരുത്തോടെ ഗോവർദ്ധൻ്റെ നെഞ്ചിൽ വന്നിട്ടു. ഗോവർദ്ധൻ പൊളഞ്ഞുപോയി. അയാൾ മുന്നോട്ട് വെച്ചു. കത്തുന്ന ഒരു തീപ്പന്തം അയാളുടെ ശരീരത്തിലൊരു ജാലയായി പടർന്നു കയറി. ഗോവർദ്ധൻ അലറി വിളിച്ചു. ഗുണ്ടകളും അവശരായി കഴിഞ്ഞിരുന്നു. ജിഷ്ണുവിൻ്റെ ചടുലമായ ചലനങ്ങൾക്ക് മുമ്പിൽ അവർ കടിതെറ്റി. വാത്തുരുത്തി ഉണർന്നു കഴിഞ്ഞിരുന്നു. കുടിലുകളിൽ വിളക്കുകൾ കത്തി. ചേരി അങ്ങനെ തന്നെ പുറത്തെത്തിക്കഴിഞ്ഞു. കാര്യം പന്തിയല്ലെന്ന് കണ്ട് ഗുണ്ടകൾ ഇരുട്ടിലേക്ക് ഓളിയിട്ടു. ഗോവർദ്ധൻ പിന്നോട്ട് തെന്നി നീങ്ങിയതേയുള്ളൂ. കഴുത്തിൽ കനത്ത കരം വന്നു വീണു. ജിഷ്ണു ചിരിച്ചു. രാജാവിൻ്റെ അടുത്തേക്ക് ദൂതുമായിട്ട് അനുയായികൾ പോയിട്ടുണ്ട്. നിന്നെ എനിക്ക് വേണം. ഹനുമന്തയുടെ താവളം നിൻ്റെ നാവിൻ തുമ്പിലുണ്ടല്ലോ. അതുകൊണ്ട്
ഗോവർദ്ധൻ ചലിച്ചില്ല. ഇമകൾ പോലും അനക്കാതെ അയാൾ ജിഷ്ണുവിനെ തറച്ചു നോക്കി നിന്നു. കയ്യിലുള്ള പന്തം കാൽക്കീഴിലിട്ട് ചവിട്ടിക്കെടുത്ത് ജിഷ്ണു പറഞ്ഞു, നിന്നെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നത് കണ്ടു നിന്ന 4 സാക്ഷികളെങ്കിലും എനിക്ക് വേണം. 4 വാത്തുരുത്തിയിലെ മുഴുവൻ ആളുകളും ഇപ്പോൾ നമ്മുടെ മുന്നിലെത്തും. അവരോട് എനിക്ക് ചിലത് പറയാനുണ്ട്. വാത്തുരുത്തി അപ്പോൾ തന്നെ ജിഷ്ണുവിൻ്റെ മുമ്പിൽ വന്നു നിന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവർ പകച്ചു നിന്നു. ജിഷ്ണു സ്വരമുയർത്തി, ഇത് ജനാധിപത്യത്തിൻ്റെ കാലമാണ്. നിങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചവരാണ് ഇപ്പോൾ നാട് ഭരിക്കുന്നത്. നിങ്ങളുടെ ജീവനും സ്വത്തിനും അവർ സംരക്ഷണം തന്നേ തീരൂ. ബാലറ്റ് പേപ്പറുകൾ നിങ്ങളെ അർപ്പിച്ച വിശ്വാസം ഒരു മുദ്രയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നെനിക്ക് വിശ്വാസമില്ല. ഇവിടെ ഒരു ബീച്ച് റിസോർട്ട് ഉയരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെല്ലാം തിരിച്ചു കിട്ടുന്നെങ്കിൽ ഞാനിതൊന്നും പറയായിരുന്നില്ല. എൻ്റെ ശബ്ദം ഇവിടെ ഒറ്റപ്പെട്ടു പോകരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഇത്രയും ഞാൻ പറയണം. ഈ ചേരി കത്തി അമരുമായിരുന്നു. ഒട്ടേറെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. പുലരുമ്പോൾ ഫ്ലാഷ് ലൈറ്റുകളിൽ മുഖമൊളിപ്പിച്ചു വെച്ച AKSും കൂട്ടരും ചാരത്തിനുള്ളിൽ അമർന്നുപോയവരുടെ നിലവിളി പ്രതിധ്വനിക്കുന്നത് കേൾക്കാൻ ഇവിടെ എത്തുമായിരുന്നു. വിനാശത്തിൻ്റെ വിത്ത് പാകിയവർ നിങ്ങളോടൊപ്പം നിന്ന് കണ്ണീരൊഴുക്കുമായിരുന്നു. അരുതാത്തതൊന്നും ഉണ്ടാവാതിരുന്നത് അതിന് നിങ്ങൾ ആദ്യമായി നന്ദി പറയേണ്ടത് വൈശാഖനോടാണ്. തലയ്ക്ക് മാരകമായ മുറിവേറ്റ് അയാളിപ്പോൾ ആശുപത്രിയിലുണ്ട്. വാത്തുരുത്തിയെ അങ്ങനെ തന്നെ നിലനിർത്തിയതിന് എനിക്കൊരു പാരിതോഷികം ഉറപ്പ്, സസ്പെൻഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ. ഇത്രയും സത്യം നിങ്ങളോട് തുറന്നു പറഞ്ഞതിന് പകരമായി എൻ്റെ ജീവൻ പോലും കൊടുക്കേണ്ടി വന്നേക്കാം. എന്നാലും നിങ്ങളെന്നറിയണം, നിങ്ങളെ രക്ഷിക്കാനുള്ളത് നിങ്ങൾ മാത്രമാണ്. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾക്ക് ഈ നാട്ടിൽ പ്രസക്തിയില്ല. നിങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അതൊരു മുഴക്കമാവും. ആ പ്രതിധ്വനി നിങ്ങൾക്കെതിരെ നീങ്ങിയവരുടെ കാലിടറി വീഴാതിരിക്കില്ല. ജിഷ്ണു ഗോവർദ്ധനെ തള്ളി നീക്കി. ഹനുമന്ദിരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണ്ട. ഞാനിവനെ കസ്റ്റഡിയിലെടുക്കാം. നേരം പുലരുന്നതിന് മുമ്പേ ഇവനെ പുറത്തു വിട്ടേക്കാൻ ടെലിഫോണിലൂടെ മെസ്സേജ് ഇവന് വരും. എന്നാലും കുറച്ചു നേരമെങ്കിലും ഇവനെ എനിക്ക് തനിച്ച് വേണം. ഹനുമന്തയുടെ വാത്തുരുത്തിക്ക് തീപിടിപ്പിക്കാൻ ഏത് നേതാവാണ് വിളിച്ചു പറഞ്ഞതെന്ന് ഇവനെനിക്ക് പറഞ്ഞു തരാതിരിക്കില്ല. യൂണിഫോം ഊരി വയ്ക്കുന്നതിന് മുമ്പ് ഹനുമന്തയ എന്ന ബാസ്റ്റഡിൻ്റെ താവളം എനിക്കറിയാനുണ്ട്. ജിഷ്ണു ഗോവർദ്ധൻ്റെ കയ്യിൽ കടന്നു പിടിച്ച് മുന്നോട്ട് നടന്നു. ജനങ്ങൾ ഒരക്ഷരം പോലും ശബ്ദിക്കാനാവാതെ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു. ജിഷ്ണു അവരെ തറച്ചു നോക്കി. ഏത് നമ്പറിൽ വിളിച്ചു പറഞ്ഞാലും നിങ്ങൾക്ക് പോലീസിൻ്റെ സംരക്ഷണം കിട്ടില്ല. ഒരു ഫയർ എഞ്ചിൻ പോലും ഈ പരിസരത്തെങ്ങുമില്ല. ഇവിടെ ഒരു ബീച്ച് റിസോർട്ട് ഉയരണമെന്ന കാര്യം ഉന്നതങ്ങളിലാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയങ്കരനായ AKSനും വിഹിതം എത്തിയിട്ടുണ്ട്. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുടെ ചാരിത്രത്തിന് വില പറഞ്ഞ് മദ്യത്തിൽ നീന്തിത്തുടിച്ചുല്ലസിക്കുന്ന ആ പട്ടിക്ക് നിങ്ങൾ ഒരിക്കലും മാപ്പ് കൊടുക്കരുത്. ജിഷ്ണുവിൻ്റെ ഓരോ വാക്കും ഓരോ അഗ്നിഫുലിംഗമായി ജനഹൃദയങ്ങളിലേക്ക് പടർന്നു കയറി. വാത്തുരുത്തിയിലൂടെ ഹൃദയം തുടിച്ചു. മനസ്സിൽ പകയുടെ തീക്കനലുകൾ എരിഞ്ഞു. ജിഷ്ണു തുടർന്നു, ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെ മൈതാന പ്രസംഗമല്ല. നിസ്സംഗരായ ഒരു പോലീസ് ഓഫീസറുടെ ആത്മരോധനാണ്. കയ്യൂക്കുകൊണ്ട് ഒറ്റപ്പെട്ട ശത്രുവിനെ മാത്രം നേരിടാനാവൂ. അവിടെ ഒരു സംഘമാണ്. രാഷ്ട്രീയക്കാരും ഗുണ്ടകളും പോലീസും ചേർന്ന പരസ്പര പൂരക സംഘം. ഈ രാത്രി ഇനി ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇനിയും രാത്രികളുണ്ട്. ഹനുമന്തയ്യ ഇവിടെ ബാക്കിയുണ്ട്. ആരുടെയോ തലക്കകത്ത് വിളഞ്ഞ ബീച്ച് റിസോർട്ട് എന്ന ഭ്രാന്തൻ സ്വപ്നം ബാക്കിയുണ്ട്. തൊഴിലാളികളെ വിറ്റ് ആ കാശ് കൊണ്ട് സ്വർഗം പണിതുയർത്തുന്ന കപാലികർ ബാക്കിയുണ്ട്. എന്നാലും എനിക്ക് പ്രതീക്ഷിക്കാം, വാത്തുരുത്തിക്ക് തീപിടിക്കുമ്പോൾ അത് യാദൃശികമായിരുന്നില്ലെന്ന് ഇനി പുറം ലോകം അറിയുമെന്ന്. ജിഷ്ണു ഗോവർദ്ധനെ പൊക്കിയെടുത്ത് തോളിലിട്ടു. അയാൾ ജീപ്പിന് നേരെ നടന്നു. ടെലിഫോണുകൾക്ക് വിശ്രമമില്ലാതെ കുറേ മണിക്കൂറുകൾ. വാത്തുരുത്തിയിൽ ജിഷ്ണു ഉണ്ടാക്കിയ നടുക്കം തിരുവനന്തപുരത്തേക്ക് പറന്നു ചെന്നു. മുഖ്യമന്ത്രി സുന്ദരേഷൻ്റെ ഔദ്യോഗിക വസതിയിൽ ഫ്ലവർ ഹൗസ് കുലുങ്ങി. കൊച്ചി നഗരം ആ നടുക്കത്തിൽ ഉലഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ ആൻഡ്രൂസ് ഡിസിൽവയുടെ വിരലുകൾ ഡയലിൽ പലവട്ടം തിരിഞ്ഞു. AKSൻ്റെ കൂറ്റം ബംഗ്ലാവ് ആടിയുലഞ്ഞു. എല്ലാ മുഖങ്ങളിലും പരിഭ്രാന്തി പടർന്നു കയറി. സുന്ദരേഷൻ ഫോണിലൂടെ അലറി വിളിച്ചു, ജിഷ്ണു എവിടെ? ഗോവർദ്ധൻ്റെ നാവിൻ തുമ്പിലുള്ളത് മന്ത്രിസഭയെ അടിമുടി ഉലയ്ക്കാൻ പാകത്തിലുള്ള കനത്ത രഹസ്യങ്ങളാണ്. ഗോവർദ്ധൻ ഒന്നും പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ അത് പറയിക്കാൻ ജിഷ്ണു ഉണ്ടായിക്കൂടാ. കിക്ക്, അവൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. യൂണിഫോം ഊരി വാങ്ങ് ഡിസിൽവ. അവൻ ഈ കൊച്ചിയിൽ തന്നെ ഉണ്ടാവാതിരിക്കില്ല. സെർച്ച്, നിനക്കത് കഴിയില്ലെങ്കിൽ ആ ദൗത്യം ഹനുമന്തയെ ഏൽപ്പിക്ക്. അവൻ ജിഷ്ണുവിനെ കൊത്തിയെറിഞ്ഞ് കായലിലെറിഞ്ഞോളും. ദാവൂദ് എത്തുന്നതിന് മുമ്പ് എല്ലാം ക്ലിയർ ചെയ്യണം.
ഒരു ASPയുടെ മുന്നിൽ CM പതറി നിൽക്കുകയാണെന്ന് അയാൾ അറിഞ്ഞാൽ നോ അരുത്, അതുണ്ടാവരുത്. എനിക്ക് AKSനെ വേണം. എന്ത് ചെയ്യണമെന്ന് അയാൾക്കറിയാതിരിക്കില്ല. ടെലിഫോണുകൾക്ക് ചെവിയുണ്ട്. ഇനി കൂടുതലൊന്നും ഫോണിലൂടെ വേണ്ട ഡിസിൽവ. പുലരുമ്പോൾ കൊച്ചിയിൽ ഡിഷ്ണു ഉണ്ടാവരുത്. കൊച്ചിയിലെന്നല്ല, ഈ ഭൂമിയിൽ. കിക്ക്. ഹനുമന്തയുടെ ഫ്ലാറ്റിലും കൊടുങ്കാറ്റടിച്ചു. ആ കാറ്റിൽ ഹനുമന്തയെ ആടി ഉലഞ്ഞു. കൈകൾ പിന്നിൽ കെട്ടി അയാൾ അങ്ങും ഇങ്ങും നടന്നു. ഡിസിൽവ ഭയത്തോടെ പറഞ്ഞു, പുലരുമ്പോൾ എല്ലാം താളം തെറ്റും. പത്രങ്ങളെ മണത്തറിയും. ദാവൂദ് കേരളത്തിലേക്ക് വരുന്നെന്ന് അവരറിഞ്ഞ. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ? ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാടാണ്. വീണ്ടും കാണാം. ബൈ.